ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കോമ്പറ്റീഷൻ ലോനകത്ത് എങ്ങനെയാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 ഹിസ്റ്ററി ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ പറയുന്നത്. ഇതിനകത്ത് തന്നെ നമ്മൾ രാഘവൻ കമ്മിറ്റി, അതേപോലെ തന്നെ സെച്ചാർ കമ്മിറ്റി, ദെൻ നമ്മൾ mrtp ആക്ട് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ആദ്യം ഇതൊരു സ്റ്റോറി പോലെ നമുക്ക് പഠിക്കാം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഈ ഒരു കോമ്പറ്റീഷൻ ലോൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഫെയർ ഓഫ് കൺസ്യൂമറാണ്. മാക്സിമൈസിങ് ദി കൺസ്യൂമർ വെൽഫെയർ ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ലൈക്ക് എഴുതിയിട്ടുള്ളത്, ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള അതിനകത്ത് വരുന്ന മൈൽ സ്റ്റോൺസ് ആണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് കോമ്പറ്റീഷൻ ലോ ഇസ് ടു മാക്സിമൈസ് കൺസ്യൂമർ വെൽഫെയർ ആണ്. പിന്നെ ഈ ഒരു കോമ്പറ്റീഷൻ ആക്ട് എന്തിനാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടു പ്രൊമോട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ, അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫെയർ ട്രേഡിംഗ് ആയിരിക്കണം. അതേപോലെ തന്നെ ഹെൽത്തി കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോമ്പറ്റീഷൻ ലോൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഈ ഒരു കോമ്പറ്റീഷൻ ആക്ട് 2002 ഇങ്ങനെ ഇവോൾവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം അതിനകത്ത് പറയുന്നത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 ഉണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻഡസ്ട്രിയൽ പോളിസി, അതായത് ബേസിക്കലി ഒരു സോളിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ബേസ് ഇന്ത്യയിൽ വേണം എന്ന് പറയുന്ന ഒരു പോളിസിയാണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948. അത് വന്നിട്ട് ഗവൺമെൻറ് എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ പോളിസി 1956 ആവും. അതാണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി ത്രൂ 1956. അതെങ്ങനെ വന്നത്? ബൈ റിവൈസിങ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1948. ഈ 1956 ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്നത് മെയിനായിട്ടും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് സെക്ടറിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു എക്സ്പാൻഡ് പബ്ലിക് സെക്ടർ, ടു ബിൽഡപ്പ് എ ലാർജ് ആൻഡ് കോപ്പറേറ്റീവ് സെക്ടർ, ആൻഡ് ടു എൻകറേജ് സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, ആൻഡ് ടു പ്രിവെൻറ്റ് റൈസ് ഓഫ് പ്രൈവറ്റ് മോണോപോളീസ്. പ്രൈവറ്റ് മോണോപോളീസിൻ്റെ റൈസ് എന്ന് പറയുന്നത് ലൈക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ അതിന് വേണ്ടി പബ്ലിക് സെക്ടർ കൂടുതലായിട്ടും എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്ന പോയിന്റ്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ പോളിസി 1956 ഇൻഡസ്ട്രീസിനെ 3 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സ്കെഡ്യൂൾ എ, സ്കെഡ്യൂൾ ബി ആൻഡ് സ്കെഡ്യൂൾ സി. സ്കെഡ്യൂൾ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് 17 ഇൻഡസ്ട്രീസ്. ആ 17 ഇൻഡസ്ട്രീസിൻ്റെ കൺട്രോൾ വരുന്നത് സ്റ്റേറ്റിനാണ്. എക്സ്ക്ലൂസീവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സ്റ്റേറ്റിനാണ്. ഇനി സ്കെഡ്യൂൾ ബി എന്ന് പറയുന്നതിനകത്ത് 12 ഇൻഡസ്ട്രീസ് ആണുള്ളത്. അത് വിച്ച് ഈസ് ഓപ്പൺ ടു ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടേഴ്സ്. പിന്നെ സ്കെഡ്യൂൾ സി എന്ന് പറയുന്നത് ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാർ, അതായത് സ്കെഡ്യൂൾ 1-ലും ബിയിലും ഇൻക്ലൂഡ് ചെയ്യാത്ത മറ്റ് വരുന്ന ഇൻഡസ്ട്രീസിനെ നമ്മൾ എന്തിലേക്ക് ഇടുന്നു? സ്കെഡ്യൂൾ സിനകത്ത് ഇടുന്നു. ഇത്രയുമാണ് മെയിനായിട്ടും വരുന്ന ഇൻഡസ്ട്രിയൽ പോളിസി 1956 വരുന്നത്. പിന്നെ അതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു മെയിൻ കാര്യം പറയുന്നത് പ്രൈവറ്റ് സെക്ടേഴ്സ് ഹാഡ് റെസ്ട്രിക്റ്റഡ് ലൈസൻസിങ് എബിലിറ്റി. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ആണ് സോൾ കൺട്രോളേഴ്സ്. ഇപ്പോൾ ഗവൺമെൻറ് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് കൂടുതലായിട്ടും സക്സസ്ഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മെയിനായിട്ടും ഗവൺമെൻറ് ഹൈ ടാരിഫ് പിരിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഗവൺമെൻറ് സോൾ കൺട്രോളേഴ്സ് ആയിരുന്നു. ദേ വർ ലൈക്ക് സപ്പോർട്ടിങ് സക്സസ്ഫുൾ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഓൺടർപ്രണേഴ്സ്. അവർ അത്തരം കുറച്ച് വെൽത്തി ആയിട്ടുള്ള ആൾക്കാരെയാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് മാത്രം ലൈസൻസ് കൊടുക്കാൻ തുടങ്ങി. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഒരു ആൻറ്റി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സിനാരിയോ ഇവിടെ ഇന്ത്യയിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് കുറേ പേര്, ഒരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അതുമൂലം ഹാംഡ് ആവാൻ തുടങ്ങി. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അവിടെ ഒരു മോണോപോളിസം, അതായത് മോണോപോളിസ്റ്റിക് ബിഹേവിയർ അവിടെ കാണാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒരു ആൻറ്റി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സിനാരിയോ അവിടെ ഫോം ചെയ്യാൻ തുടങ്ങി. കാരണം ലാർജ് കമ്പനീസ് അല്ലെങ്കിൽ ലാർജ് ഇൻഡസ്ട്രീസ് മാത്രമാണ് അവിടെ അവർക്ക് ഫേവർ ചെയ്യുന്ന പോലെയാണ് ഗവൺമെൻറ് വന്നത്. സോ ബാക്കിയുള്ളൊരു ലാർജ് ഗ്രൂപ്പ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ പെടുന്ന ആൾക്കാരും ബാക്കിയുള്ളവർ എന്തായി പോയി, അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥ വന്ന പോലെ. അങ്ങനെയാണ് mrtp ആക്ട്, അതായത് മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആക്ട് 1969 വരുന്നത്. സോ ഇതുവരെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ mrtpയിലോട്ട് എത്തുന്നതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ഇൻഡസ്ട്രിയൽ പോളിസി 1948 റെസൊല്യൂഷൻ, അത് ഗവൺമെൻറ് റിവൈസ് ചെയ്തിട്ട് 56 വന്നിട്ട് 3 കാറ്റഗറീസ് ആക്കി. ബേസിക്കലി പബ്ലിക് സെക്ടർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3 കാറ്റഗറീസ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈസൻസ് കൊടുക്കുന്നത് ഗവൺമെൻറ് ആർക്കാണ് കൂടുതലായിട്ടും ലൈസൻസ് കൊടുത്തത്? വേർ ടു ഹൂം? ഈ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഓൺടർപ്രണേഴ്സിനാണ്. അപ്പോൾ ബാക്കിയുള്ള ലാർജ് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഒരു ആൻറ്റി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ളൊരു സിനാരിയോ ഫോം ചെയ്യുകയും ബാക്കിയുള്ളവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പോലെയും ഫീൽ ചെയ്തപ്പോഴാണ് ഈ ഒരു mrtp ആക്ടിൻ്റെ എക്സിസ്റ്റൻസ് വരാൻ തുടങ്ങിയത്. സോ നമ്മൾ പറഞ്ഞ പോലെ mrtp എന്ന് പറഞ്ഞാൽ മോണോപോളിസ്റ്റിക് ആൻഡ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആണ്. ഇപ്പോൾ ഈ ഒരു mrtp എന്ന് പറയുന്ന ആക്ട് ഷേപ്പ് ചെയ്തത് അല്ലെങ്കിൽ അത് ഉടലെടുത്തത് ബേസിക്കലി 3 കോൺസെപ്റ്റ് അല്ലെങ്കിൽ 3 കമ്മിറ്റീസ് ഡിറൈവ് ചെയ്തിട്ടാണ്. അതിൽ
ആദ്യത്തെ കമ്മിറ്റിയാണ് ഹസാരി കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഹസാരി കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പ്രൊസീജിയർ 1955. അപ്പോൾ നമ്മളിവിടെ 56 ആക്ച്വലി ഇൻഡസ്ട്രിയൽ പോളിസി. ഇപ്പോൾ ഈ MRTP ആക്ട് 69 വന്നതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ MRTP ആക്ട് വരാൻ ഷേപ്പ് ചെയ്യാൻ കാരണമായിട്ട് കുറച്ച് കമ്മിറ്റീസ് ആണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് ഹസാരി കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പ്രൊസീജിയർ 1955. ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പ്രൊസീജിയർ. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ബേസിക്കലി ഈ ഒരു സ്റ്റഡി പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ്സ് ലൈസൻസ് ഗ്രാൻഡ് ചെയ്യുന്ന കാര്യത്തിൽ ബയാസ്ഡ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോൾ കൺട്രോളേഴ്സ് സ്റ്റേറ്റ് ആർക്കാണ്, വെൽത്തി അല്ലെങ്കിൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനാണ് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു അൺഈവൻ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് സംഭവിക്കാൻ തുടങ്ങി. അതായത് ഈ വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ നല്ല വെൽത്തിയർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അവർ തന്നെ ഇങ്ങനെ ഗ്രോത്ത് സംഭവിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കും? അവരവിടെ ഡിപ്രസ്ഡ് ആയിട്ട് വരും അല്ലേ. സോ ഒരു അൺഈവൻ ഗ്രോത്ത് ആണ്. അതായത് ഒരു ടിപ്പിക്കൽ ആൾ മാത്രം അവിടെ മാത്രം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് സംഭവിക്കുകയാണ്. സോ ഹസാരി കമ്മിറ്റി അതാണ് പറഞ്ഞത്. സോ ഹസാരി കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പ്രൊസീജിയർ 1955. ദാറ്റ് സ്റ്റഡി സ്റ്റേറ്റ്സ് പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബയാസ്ഡ് ആണ് ഇൻ ഗ്രാൻഡിങ് ലൈസൻസ് ഓൺലി ടു വെൽത്തി ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഓൺട്രപ്രണേഴ്സ്. സോ അവിടെ വി ഫൗണ്ട് ദാറ്റ് ആൻഡ് അൺഈവൻ ഗ്രോത്ത് ഓഫ് ഇൻഡസ്ട്രീസ് വാസ് ഹാപ്പനിങ്. അതാണ് ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായത്. പിന്നെ വന്നതാണ് മെഹാലനോബിസ് കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലെവൽസ് ഓഫ് ഇൻകം. മെഹാലനോബിസ് കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലെവൽസ് ഓഫ് ഇൻകം 1964. അതിനകത്ത് ആ ഒരു സ്റ്റഡി റിപ്പോർട്ട് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കി വെച്ച പോലെയാണ്. ദാറ്റ് മീൻസ് ഇക്കണോമിക് മോഡൽ വാസ് പ്ലാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് സപ്പോർട്ടഡ് successful industrialists and a handful of influential groups on controlled a huge amount of income. അതായത് ഇക്കണോമിക് മോഡൽ ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ക്യാഷുള്ള ഓൺടർപ്രണേഴ്സിനെ ആ ഒരു ഗ്രൂപ്പിനെ ആ ഒരു മണിയുള്ള ഗ്രൂപ്പിനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇക്കണോമിക് മോഡൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നാണ് മെഹാലനോബിസ് കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലെവൽസ് ഓഫ് ഇൻകം പറഞ്ഞത്. ഓക്കെ, പിന്നെ വന്നതാണ് ലാസ്റ്റത്തെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മോണോപോളീസ് ഇൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് ഓൺ 1965 വിച്ച് വാസ് ദാസ് ഗുപ്ത എന്ന് പറഞ്ഞതിൻ്റെ റിപ്പോർട്ടാണ്. മോണോപോളീസ് ഇൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടാണ് ഓഫ് ദാസ് ഗുപ്ത ഇൻ 1965. ഇതിനകത്ത് ഈ ഒരു സ്റ്റഡി പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക് പവർ എന്ന് പറയുന്നത് വാസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ ഫ്യൂ കൊമേഴ്ഷ്യൽ ഹൗസസ് ആൻഡ് റെസ്ട്രിക്റ്റീവ് ആൻഡ് മോണോപോളിസ്റ്റ് ട്രേഡ് പ്രാക്ടീസസ് വേർ വൈഡ് സ്പ്രെഡ്. അതായത് ഇക്കണോമിക് പവർ എന്ന് പറയുന്നത് കുറച്ച് ഫ്യൂ കൊമേഴ്ഷ്യൽ ഹൗസസിനോട്ട് മാത്രം നിൽക്കുന്ന പോലെയായി. അവിടെ ഈ മോണോപോളിസ്റ്റിക്കും അതേപോലെ തന്നെ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസും അതുമൂലം വൈഡ് സ്പ്രെഡ് ആവാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ ഒരു ഇൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് ഓഫ് ദാസ് ഗുപ്ത 1965 പറഞ്ഞത്. അപ്പോൾ ഈ ഒരു ടേമിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മോണോപോളീസ് ഇൻക്വയറി കമ്മീഷനിൽ നിന്നാണ് ഒരു ബില്ല് അവർ ഡ്രാഫ്റ്റ് ചെയ്യാണ്. അങ്ങനെയാണ് ലേറ്റർ അത് എന്തായി മാറുന്നത്, MRTP ആക്ട് 1969. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഈ ഒരു MRTPൻ്റെ ഒരു ഇവോൾവ്മെൻറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയും 3 കമ്മിറ്റീസ് വഴിയാണ് റിപ്പോർട്ട് വഴിയാണ്. അപ്പോൾ ആദ്യത്തെ മറ്റേ ഹസാരി കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ലൈസൻസിങ് പ്രൊസീജിയർ, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ് പ്രൊസീജിയർ 1955. പിന്നെ വന്നിട്ട് മെഹാലനോബിസ് കമ്മിറ്റി റിപ്പോർട്ട് ഓൺ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലെവൽസ് ഓഫ് ഇൻകം. പിന്നെ വന്നിട്ട് മോണോപോളീസ് ഇൻക്വയറി കമ്മീഷൻ റിപ്പോർട്ട് ഓഫ് ദാസ് ഗുപ്ത ഇൻ 1965. ഇവരാണ് ആക്ച്വലി ഈ ഒരു മോണോപോളീസ് ഇൻക്വയറി കമ്മീഷനിലാണ് ഒരു ബില്ല് ഡ്രാഫ്റ്റ് ചെയ്യുന്നതും അത് MRTP ആക്ട് ആയിട്ട് വരുന്നതും. പിന്നെ ഈ ഒരു MRTP ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ DPSPയിൽ ആർട്ടിക്കിൾ 39 ക്ലോസ് B 39 ക്ലോസ് C ബേസ്ഡ് ആയിട്ട് ആ ഒരു എംഫസൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഈ ഒരു MRTP ആക്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ടു കോമൺ ഡെട്രിമിനൻറ്റ് അതായത് ഡെട്രിമെൻ്റ് ആണ്. അതിനകത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നമ്മൾ ആ ഒരു മോണോപോളീസ് ഇൻക്വയറി കമ്മീഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഈസ് എക്കണോമിക് പവർ കുറച്ച് ഗ്രൂപ്പിന് മാത്രം ഇതാക്കണം. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യുക. പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ടു കോമൺ ഡെട്രിമെൻറ്റ്. കോമൺ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരിലേക്കാണ് ഈ ഒരു എക്കണോമിക് പവർ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ളത്, അത് പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് MRTPൻ്റെ ആ ഒരു ഫുൾ ഫോം വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റീവ്സ് എഴുതുന്നത് ദാറ്റ് ഈസ് മോണോപോളീസ് കൺട്രോൾ ചെയ്യുക, പ്രിവെൻഷൻ ഓഫ് മോണോപോളിസ്റ്റിക് ട്രേഡ് പ്രാക്ടീസസ്, പ്രിവെൻഷൻ ഓഫ്
റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് പിന്നെ വരുന്നത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിൻ്റെ പ്രൊഹിബിഷൻ. സോ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് MRTP ആക്ട് ഈസ് ദാറ്റ് പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ ടു ദി കോമൺ ഡെട്രിമെൻറ്റ്, കൺട്രോൾ ഓഫ് മോണോപോളീസ്, പ്രിവെൻഷൻ ഓഫ് മോണോപോളിസ്റ്റിക് ട്രേഡ് പ്രാക്ടീസസ്, പ്രൊഹിബിഷൻ ഓഫ് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആൻഡ് പ്രൊഹിബിഷൻ ഓഫ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അങ്ങനെ MRTP ആക്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസി ഫുള്ളായിട്ട് പറഞ്ഞു. MRTP ആക്ടിൽ അത് ഷേപ്പ് ചെയ്തിട്ടുള്ള കമ്മിറ്റികൾ പറഞ്ഞു, റിപ്പോർട്ടുകൾ. അതിനകത്ത് ലാസ്റ്റ് മോണോപോളീസ് കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നാണ് MRTP ആക്ട് വന്നതെന്ന് പറഞ്ഞു. പിന്നെ MRTP ആക്ടിൻ്റെ നമ്മൾ 5 ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. പിന്നെ നമ്മളിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാണ്, അടുത്തൊരു ഇവോൾവ്മെൻറ്റ്. പിന്നെ വന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് സച്ചാർ കമ്മിറ്റി. ഇപ്പോൾ 1969 വരെ കഴിഞ്ഞ് 1978 വരുന്നതാണ് സച്ചാർ കമ്മിറ്റി. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ബേസിക്കലി ഈ ഒരു സംഭവം എന്ന് പറയുന്നത് MRTP എന്ന് പറയുന്നത് റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് ആണ്. അവിടെ ബേസിക്കലി അൺഫെയർ ട്രേഡ് പ്രാക്ടീസിന് കൂടുതലും എന്യൂമറൻസ് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു സെപ്പറേറ്റ് പ്രൊവിഷൻ ഈ ഒരു ആക്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണം അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിന് ബേസ്ഡ് ആയിട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൺസ്യൂമേഴ്സിനായാലും സപ്ലയേഴ്സിനായാലും അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, ഈ 3 കാറ്റഗറിയിൽ പെട്ട ആൾക്കാർക്കും ലൈക്ക് എന്തായാലും അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഉണ്ടോയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ തന്നെ അതിന് അഗെയിൻസ്റ്റ് ആക്ഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ആ ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് മാത്രം എന്യൂമറേറ്റ് ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഈ ഒരു MRTP ആക്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റിയാണ്. ദാറ്റ് ഇസ് സച്ചാർ കമ്മിറ്റി 1978. പിന്നെ ഒരു എക്സ്ട്രാ പോലെ പറയുന്നുണ്ട് മറ്റേ MRTP ആക്ടിനകത്ത് നമുക്ക് എഴുതാൻ പറ്റിയ ഒരു സംഭവമാണ്. ദാറ്റ് ഇസ് സെക്ഷൻ 10 ഓഫ് MRTP ആക്ടിനകത്താണ് പറയുന്നത് ഒരു MRTP കമ്മീഷൻ വേണം. അതിൻ്റെ ഒരു ഹെഡ് അല്ലെങ്കിൽ ആ ഒരു കമ്മീഷൻ ബേസിക്കലി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു റെസ്ട്രിക്റ്റീവ് അല്ലെങ്കിൽ മോണോപോളിസ്റ്റിക് ട്രേഡ് പ്രാക്ടീസസ് എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് എൻക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ടർ ജനറൽ ഓഫ് ഇൻവെസ്റ്റിഗേഷനും രജിസ്ട്രേഷനും കൂടി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് MRTP കമ്മീഷൻ എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ജസ്റ്റ് ഒന്ന് ആ ഒരു MRTP ആക്ടിനകത്ത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ അതിനകത്ത് തന്നെ ഒരു ആഡ് ചെയ്യാൻ പറ്റിയൊരു കേസാണ് മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് കേസ്. ഈ ഒരു കേസിൽ പറയുന്നത് എന്താ വെച്ചാൽ മോഡേൺ ബ്രെഡിൻ്റെ കമ്പനി ഉണ്ടല്ലോ, നമുക്കറിയാം ബേക്കറി പ്രൊഡക്ട്സ് ഒക്കെ. അവർ വളരെ റേറ്റ് കുറവിന് അവരുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ബാക്കിയുള്ള എല്ലാവരും ഇടിച്ച് താഴ്ന്ന പോലെ ഇവരങ്ങോട്ട് എന്താ പറയുക ഇടിച്ച് കയറി. അപ്പം അങ്ങനെ ഒരു മാർജിനൽ കോസ്റ്റ് ഉണ്ട്, അതിൽ നിന്നും അവർ പ്രൈസ് ലോ ആക്കിയിട്ടാണ് ഇങ്ങനെ കച്ചവടം ചെയ്യുന്നത്. ബേസിക്കലി അവരൊരു കോമ്പറ്റീഷൻ തന്നെ എന്താ പറയുക എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആ ഒരു ഇൻറ്റൻഷനോട് തന്നെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു മോണോപോളിസ്റ്റിക് ട്രേഡ് പ്രാക്ടീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ഒരു സച്ചാർ കമ്മിറ്റി 1978 എഴുതിയാൽ മതി. ഓക്കെ. MRTP ആക്ട് എഴുതുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി പറയുകയാണ്, എംഫസൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ 3 കമ്മിറ്റി റിപ്പോർട്ടുകൾ എഴുതുക. പിന്നെ മോണോപോളീസ് കമ്മീഷൻ റിപ്പോർട്ടിൽ നിന്നാണ് വന്നതെന്ന് എഴുതുക. പിന്നെ MRTP ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എഴുതുക. MRTP കമ്മീഷൻ സെക്ഷൻ 10 പറയുന്നുണ്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഈ ഒരു മോഡേൺ ഫുഡ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൻ്റെ കേസ് എഴുതുക. പിന്നെ സച്ചാർ കമ്മിറ്റി 1978 ഈ ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിന് ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് എഴുതുക. ഇനി വരുന്നതാണ് 1991 ഈ ഒരു ഗ്ലോബലൈസേഷൻ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. അപ്പോൾ അതിനകത്താണ് പിന്നെയാണ് പറയുന്നത്. അതിന് ശേഷമാണ് ഈ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ MRTP ആക്ടിന് എന്താ പറയുക ആൻറ്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ്, അതായത് റെഫ്യൂസൽ ടു ഡീൽ അല്ലെങ്കിൽ നമ്മുടെ കാർട്ടലുകൾ, ബോയ്ക്കോട്ട്സ്, അബ്യൂസ് ഓഫ് ഡോമിനൻസ്, പ്രിഡേറ്ററി പ്രൈസിങ്, ഇതിനെ പറ്റിയൊന്നും MRTP ആക്ട് പറഞ്ഞിട്ടില്ല. എന്തിനെ പറ്റിയൊക്കെയാണ്? ആൻറ്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസ് ലൈക്ക് പ്രിഡേറ്ററി പ്രൈസിങ്, അബ്യൂസ് ഓഫ് ഡോമിനൻസ്, പിന്നെ കാർട്ടൽസ്, ബോയ്ക്കോട്ട്സ്, റെഫ്യൂസൽ ടു ഡീല്, ഇതിനെ പറ്റിയൊന്നും MRTP ആക്ട് പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് 1991 നമ്മൾ ആ ഒരു ഗ്ലോബലൈസേഷൻ സംഭവം പറഞ്ഞത്, ലിബറലൈസേഷൻ. 1999 രാഘവൻ കമ്മിറ്റി ഫോം ചെയ്യുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിൻ്റാണ്. രാഘവൻ കമ്മിറ്റീൻ്റെ ചെയർമാൻ, അത് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്തതാണ്. ചെയർമാൻ എന്ന് പറയുന്നത് എസ് വി രാഘവനാണ്. ഈ ഒരു രാഘവൻ കമ്മിറ്റിയിൽ നിന്നാണ് നമ്മുടെ ആര് വരുന്നത്? അപ്പോൾ നിങ്ങൾ ആലോചിക്കണം 1999 എത്തി. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ആൾ എന്തെങ്കിലും കോമ്പറ്റീഷൻ ആക്ട് ആയിരിക്കും. അപ്പോൾ രാഘവൻ കമ്മിറ്റിയിൽ പറയണതിൻ്റെ മെയിൻ റെക്കമെൻഡേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു MRTP ആക്ട് റിപ്പീൽ ചെയ്ത് പുതിയൊരു ന്യൂ കോമ്പറ്റീഷൻ ആക്ട് കൊണ്ടുവരിക. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ്സ്, അതാണല്ലോ മെയിൻ സംഭവം, അത് റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അബ്യൂസ് ഓഫ് ഡോമിനൻസ്, കോമ്പിനേഷൻ ഓഫ് മെർജറൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും. അതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഫസ്റ്റ് പർപ്പസ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ടു റിപ്പീൽ MRTP ആക്ട് and to enact a new competition act for regulation of anti-competitive agreements and to prevent the abuse of dominance and combination
ഇൻക്ലൂഡിങ് mergers. പിന്നെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടു എലിമിനേറ്റ് റിസർവേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻ എ ഫേസ്ഡ് മാനർ ഫോർ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഹാൻഡ്ലൂം സെക്ടേഴ്സ്. അതായത് ഫേസ്ഡ് മാനറിൽ റിസർവ് ചെയ്തിട്ടുള്ള ചില പ്രൊഡക്റ്റുകളുണ്ട്, അത് എലിമിനേറ്റ് ചെയ്യുക ഫോർ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഹാൻഡ്ലൂം സെക്ടർ. പിന്നെ പറയുന്നത് ടു ഡൈവെസ്റ്റ്, അതായത് ഡൈവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാക്കി കളയുക ഷെയർസ് ആൻഡ് അസെറ്റ്സ് ഓഫ് ഗവൺമെൻറ് ഇൻ സ്റ്റേറ്റ് മോണോപോളീസ് ആൻഡ് അതിനെ എന്ത് ചെയ്യുക, പ്രൈവറ്റൈസ് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ ബോത്ത് ഈ ഒരു ടു ബ്രിങ് ഓൾ ഇൻഡസ്ട്രീസ് പ്രൈവറ്റ് ആസ് വെൽ ആസ് പബ്ലിക് സെക്ടർ വിത്തിൻ ദ പ്രൊപ്പോസ് ലെജിസ്ലേഷൻ. പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനെയും പബ്ലിക് ഇൻഡസ്ട്രീസിനെയും ഈ ഒരു ലെജിസ്ലേഷൻ, അതായത് കോമ്പറ്റീഷൻ്റെ അടിയിൽ തന്നെ എല്ലാത്തിനെയും കൊണ്ടുവരിക. ഇത്രയുമാണ് മെയിനായിട്ടും രാഘവൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. അപ്പോൾ ഒന്നാമത് പറഞ്ഞത് മറ്റേ റിപ്പീൽ ചെയ്യുക, ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ്, പിന്നെ പ്രിവെൻറ്റ് ചെയ്യണ കാര്യം പറയാം. എന്ത് പ്രിവെൻറ്റ് ചെയ്യണ കാര്യം? നമ്മളുടെ അബ്യൂസ് ഓഫ് ഡോമിനൻസും കോമ്പിനേഷൻ ഇൻക്ലൂഡിങ് മെർജറും. പിന്നെ നമ്മൾ പറഞ്ഞത് ടു മറ്റേ എലിമിനേറ്റ് ചെയ്യാം എന്ത് റിസർവേഷൻ ഓഫ് പ്രൊഡക്ട്സ് ഇൻ ഫേസ്ഡ് മാനർ ഫോർ ദ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസും ഹാൻഡ്ലൂം സെക്ടറും. പിന്നെ ഈ ഒരു ഷെയർ, അതേപോലെ തന്നെ അസറ്റുകളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അസറ്റും ഷെയറും ഡൈവേസ്റ്റ് ചെയ്യാം ഇൻ സ്റ്റേറ്റ് മോണോപോളിസീസ്, അതേപോലെ തന്നെ അത് പ്രൈവറ്റൈസ് ചെയ്യുക. പിന്നെ പറയുന്നത് ഇൻഡസ്ട്രീസിനെ എല്ലാത്തിനെയും ഒരു കുടക്കീഴിലാക്കി ഈ ഒരു ലെജിസ്ലേഷൻ്റെ താഴെ തന്നെ പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും വരിക. ഈ ഒരു രാഘവൻ കമ്മിറ്റി 1919 ഇത്രയും കാര്യങ്ങൾ പ്രൊപ്പോസ് ചെയ്തു. അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് 2000 സമർപ്പിക്കുകയാണ്. അങ്ങനെ ഈ ഒരു 2000 സമർപ്പിച്ചതിന് ശേഷമാണ് ഗവൺമെൻറ് അത് ഓക്കെ പറയുന്നത് 2002 ആൻഡ് അങ്ങനെയാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 വരുന്നത്. ഈ കോമ്പറ്റീഷൻ ആക്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി കോമ്പറ്റീറ്റീവ് എഗ്രിമെൻറ്റ്, അബ്യൂസ് ഓഫ് ഡോമിനൻസ്, കോമ്പിനേഷൻ റെഗുലേഷൻ, കോമ്പറ്റീഷൻ അഡ്വക്കസി. പിന്നെ അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് പ്രാക്ടീസസ് ഹാവിങ് അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ കോമ്പറ്റീഷൻ, പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്, പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്, എൻഷ്യൂർ ഫ്രീഡം ഓഫ് ട്രേഡ് ക്യാരിഡ് ഓൺ ബൈ അതർ പാർട്ടിസിപ്പൻസ് ഇൻ മാർക്കറ്റ് ഇൻ ഇന്ത്യ. പിന്നെ ഈ ഒരു കോമ്പിനേഷൻ ആക്ടിൻ്റെ കീഴിൽ 2002 ഇത് വന്നത്. പിന്നെ 2003 ഇവർ ഒരു CCI കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരികയാണ്, ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. പിന്നെ ഇവരാണ് മെയിനായിട്ടും ഈ ഒരു ഓർഡറുകളും കാര്യങ്ങളൊക്കെ പാസ് ചെയ്യുക. അപ്പോൾ അവർക്ക് അതിലെന്തെങ്കിലും ഒരു അപ്പീൽ പോകണമെന്നുണ്ടെങ്കിൽ കോമ്പാക്ട്, അതായത് കോമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ അപ്പലേറ്റ് ട്രൈബ്യൂണൽ, COMPAT, ആ ട്രൈബ്യൂണലിൽ അണ്ടർ സെക്ഷൻ 53 ക്യാപിറ്റൽ എയുടെ പ്രകാരം അപ്പീൽ കൊടുക്കാമെന്ന് പറയുന്നത്. ദാറ്റ്സ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് ഈ ഒരു ഇൻവോൾവ്മെൻറ്റിനകത്ത് നമ്മൾ ആദ്യം പറയുമ്പോൾ ഇൻഡസ്ട്രിയൽ പോളിസി എഴുതണം. പിന്നെ നമ്മൾ മറ്റേ mrtp ആക്ട് ആ ഒരു കമ്മിറ്റി റിപ്പോർട്ടുകൾ വഴി എഴുതണം. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് വന്നിട്ട് മറ്റേ കേസും കാര്യങ്ങളൊക്കെ എഴുതിയ സച്ചാർ കമ്മിറ്റി എഴുതണം. പിന്നെ 1991 മറ്റേ ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, 1999 രാഘവൻ കമ്മിറ്റി അതിൻ്റെ റെക്കമെൻഡേഷൻസ്. പിന്നെ 2000 ഇവർ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. 2002 കോമ്പറ്റീഷൻ ആക്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് 4 ആസ്പെക്റ്റുകൾ വേണമെങ്കിൽ നമുക്ക് അതിനകത്ത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കോമ്പാറ്റിൻ്റെ കാര്യം എഴുതാം. സെക്ഷൻ 53A പ്രകാരം അപ്പീൽ പോകാന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് കോമ്പറ്റീഷൻ ആക്ട് ഇവോൾവ് ചെയ്യാനുള്ള ഒരു ഹിസ്റ്ററി. മെയിനായിട്ടും നമ്മൾ ഇൻഡസ്ട്രിയൽ പോളിസി, ഞാൻ ഒന്നുകൂടി പറയുന്നത് നിങ്ങൾ തലയിൽ നിൽക്കാനാണ് കേട്ടോ. ഇൻഡസ്ട്രിയൽ പോളിസി ദെൻ നമ്മൾ അത് 1956 കാര്യം പറയാം. പിന്നെ നമ്മൾ കൊല്ലം വൈസ് നോക്കുന്ന സമയത്ത് mrtp ആക്ട് 69 പറയാം. അതിനുശേഷം സച്ചാർ കമ്മിറ്റി 78, പിന്നെ 1999 രാഘവൻ കമ്മിറ്റി, പിന്നെ 2002 കോമ്പറ്റീഷൻ ആക്ട്. ഇതാണ് മെയിൻ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. സോ പിന്നെ ഇത് തന്നെ നമുക്കിപ്പം ഇതിനകത്തത്തെ ഓരോ സാധനങ്ങൾ mrtp ആക്ട് എന്താണ്, അല്ലെങ്കിൽ രാഘവൻ കമ്മിറ്റീൻ്റെ റെക്കമെൻഡേഷൻസ് എന്താണ്, അങ്ങനെ മേ ബി ചോദിക്കാം. സോ നമ്മൾ ഈ ഒരു ഹിസ്റ്ററി പഠിച്ചാൽ ഹോളായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. So I think everyone got an idea about this topic. Thank you.